മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളിലായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പോഴും നമ്മളത് തുടർന്നും ചിന്തിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നടക്കുന്ന ചില ബാധകളെക്കുറിച്ചും ഈ ലോകത്തിൽ നടക്കുന്ന ചില നാശങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഏകദേശം 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അന്തിക്രിസ്തുവിൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അവൻ വ്യാജം പഠിപ്പിക്കും, വ്യാജം പറയുന്ന കാര്യം. നേരത്തെയുള്ള എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. വ്യാജം പറയുന്ന കാര്യം അവൻ പഠിപ്പിക്കും. 2, യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പീഡകളായിട്ട് വരുന്നു. അതിനു മുമ്പ് ക്ഷാമം, മഹാമാരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, 4-ാം മുദ്ര വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ പഠിച്ചത് മഹാവ്യാധി, അതുപോലെ മൃഗത്തിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ഇതൊക്കെ ഭൂമിക്ക് വരുന്നു എന്നുള്ളതാണ്. 5-ാം മുദ്രയിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമ്മൾ കടന്നു വരികയാണ്. 5-ാം മുദ്രയിൽ കാണുന്നത്, അത് വെളിപ്പാട് പുസ്തകം 6-ന്റെ 9-ാം വാക്യത്തിൽ തൊട്ട് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും സാക്ഷ്യം തങ്ങൾ പറഞ്ഞ സാക്ഷ്യഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്മേൽ കണ്ടു. അത് തുടർന്ന് 11-ാം വാക്യം വരെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു എന്നുവെച്ചാൽ ഈ പീഡനകാലത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ യഹൂദനും കൈവിടപ്പെട്ടു പോയ ക്രിസ്ത്യാനിയും അവിടെ ഉണ്ടാവും, കൃപ നഷ്ടപ്പെട്ടവരും ഉണ്ടാവും. ഇവിടെ യാഗപീഠത്തിൻകൽ കണ്ടു എന്ന് പറയുമ്പോൾ യഹൂദനെ കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഈ പീഡനത്തെക്കുറിച്ച് പറയുന്നതാണ്, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. അതും താഴെ പറയുന്നുണ്ട്, സഹഭൃത്യന്മാരും സഹോദരന്മാരും. സഹോദരന്മാരെന്ന് പറയുന്നതും ഇവിടുത്തെ പ്രാർത്ഥന പ്രതികാരത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ന്യായവിധിയും പ്രതികാരവും എത്രയോളം നടത്താതെ ഇരിക്കും എന്നവർ ഉറക്കെ നിലവിളിച്ചു. അപ്പം പ്രതികാരത്തിൻ്റെ പ്രാർത്ഥനയും സഹോദരന്മാരും എന്നൊക്കെ പറയുമ്പോൾ ഇത് യഹൂദന്മാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് നമുക്ക് ചിന്തിക്കാം. വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനയല്ല ഇത്. പ്രതികാരത്തിൻ്റെ പ്രാർത്ഥന യഹൂദനാണ് ചെയ്യുന്നത്. അതുപോലെ സഹോദരന്മാരെന്ന് പറയുന്നത് യഹൂദന്മാരുടെ സഹോദരന്മാരാണ്. യാഗപീഠവുമായി ബന്ധപ്പെട്ടും യഹൂദന്മാരെയാണ് നമ്മളെ കാണുന്നത്. അതുകൊണ്ട് അവർക്കെല്ലാം അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കിൽ കൊടുത്തു എന്ന് കാണും. അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു ഭാഗമായിട്ട് ഞാനതെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ക്ലോറോസ് എന്ന് പറയുന്ന മഹാവ്യാധിയും അതിനോട് ചേർന്ന് പ്രയാസങ്ങളും ഭൂമിക്ക് ഉണ്ടായതായിട്ട് നമ്മളെ കാണുന്നു. വെളിപ്പാട് പുസ്തകം 6-ന്റെ 12 ഇങ്ങനെയാണ് വായിക്കുന്നത്, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ടും മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നതിന് മുഖം കാണാതെ വണ്ണം കുഞ്ഞാണ്ട് കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. ഭൂമിയുടെ മേലെ, ഭൂവാസികളുടെ മേലെ, സാത്താൻ്റെ മേലും ഒക്കെ വരുന്ന ദൈവത്തിൻ്റെ ക്രോധ കലശങ്ങളെക്കുറിച്ച് ഒക്കെയാണ് നമ്മളിപ്പോഴും ചിന്തിക്കുന്നത്. 12-ാം വാക്യത്തിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി എന്ന് നമ്മൾ കാണുന്നു. അവിടെ പ്രകൃതിയുടെ മേലെ, സൂര്യൻ്റെ മേലും ചന്ദ്രൻ്റെ മേലും ഉള്ള ആക്ഷൻ അവിടെ നടക്കുകയാണ്. ചില പഴയ നിയമത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഇതുമായിട്ട് ചേർന്ന് വായിക്കാം. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോവുകയും ചെയ്യുകയില്ലയോ? അത് മുഴുവനും നീല നദി പോലെ പൊങ്ങും, മിസ്രൈമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും. അന്നാൾ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. സൂര്യൻ്റെ മേലും ഉള്ള ഒരു ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ സൂര്യൻ്റെ മേലെ ദൈവത്തിൻ്റെ ഒരു ആക്ഷൻ, പിശാചിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണം ഇവിടെ നടക്കുമ്പോൾ
ഈ ഭൂമിയിലെ ജനങ്ങൾ കാണുന്നൊരു കാര്യം. നേരത്തെ പറഞ്ഞു, ഭൂമിയെപ്പോലും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു അനുഭവത്തിലേക്കാണ് വരുന്നത്. പാപത്തിൻ്റെ ഫലമായി ഭൂമിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ആദ്യം ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യങ്ങൾ. യോവേലിൻ്റെ പ്രവചനം, യെശയ്യായുടെ പ്രവചനം, ഹഗ്ഗായിയുടെ പ്രവചനത്തിലും എല്ലാം ഇതിനെക്കുറിച്ചുള്ള സൂചനകളെ നമുക്ക് കാണുന്നു. വലിയ ഭൂകമ്പം ഉണ്ടായി. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിൽ നിന്ന് ഇരുട്ടുപോകും, ചന്ദ്രൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയില്ല. യെശയ്യാവിൽ കൂടി പ്രവാചകമായിട്ട് നേരത്തെ ഇത് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. യെശയ്യാവ് 50:3 അവൻ ആകാശത്തെ ഇരുട്ടുടുപ്പിക്കുകയും രട്ട് പുതപ്പിക്കുകയും ചെയ്യുന്നു. വലിയൊരു വ്യത്യാസം ഭൂമിക്കുണ്ടാകുകയാണ്. സൂര്യൻ ഇരുണ്ടുപോയി എന്ന് പറയുന്ന കാര്യം. തിരിച്ച് ഒറിജിനലായിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഇപ്പോഴേ അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ISRO ചെയർമാനൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സൂര്യൻ ഉറങ്ങാൻ പോകുന്നു, സൂര്യൻ പ്രകാശം തരാതിരിക്കുന്നു, ഇടയ്ക്ക് സൂര്യൻ്റെ പ്രകാശം കുറഞ്ഞു പോകുന്നു എന്നൊക്കെ. നമ്മളിപ്പോഴേ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ കാണുന്ന വലിയൊരു പ്രതിഭാസമാണ് ചൂട് കൂടുന്ന കാര്യം. അത് ഇനിയുമുള്ള ഒരു മുദ്ര പൊട്ടിക്കുമ്പോഴേ കാണുന്ന കാര്യമാണ് ചൂട് കൂടുന്ന കാര്യം. ഇപ്പം ചൂട് കൂടുന്നുണ്ട്, എന്നാൽ ചൂടില്ലാതെ വരുന്നൊരു സാഹചര്യത്തിലേക്ക്, സൂര്യൻ ഉറങ്ങിപ്പോകുമ്പോഴേ ചൂടില്ലാതെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് ലോകമായിത്തീരും എന്ന് നമ്മൾ കാണും. 5-ാമത്തെ പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഭൂകമ്പം ഉണ്ടായി എന്നുള്ളൊരു ആക്ഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആകാശത്തിലെ നമുക്കറിയാം, ആകാശത്തിലൊരു നക്ഷത്രമൊന്നും ഭൂമിയിൽ വീഴാൻ പറ്റത്തില്ല. കാരണം നക്ഷത്രം വലുതാണ്. നക്ഷത്രം ഭൂമിയൊക്കെ എത്ര മടങ്ങ് വലുതാണ്. അപ്പോൾ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് ഉൽക്കകളെ പോലൊക്കെ വീണു എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ മലയും ദ്വീപും ഒക്കെ ആ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോയി. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് വലിയ റിക്ടർ സ്കെയില് 10-ന് മേളും 12 ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മാറിപ്പോകത്തക്ക ഒരു വലിയൊരു അനുഭവത്തിലേക്ക് വരും. അപ്പോഴേ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള വലിയൊരു ചിന്ത എല്ലാവർക്കും വരും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള. ദൈവത്തിൻ്റെ മഹാകോപം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മഹാകോപം വരികയാണ്, ലോകത്തിലേക്ക് വരികയാണ്. അടുത്ത ആക്ഷൻ നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 6:14 അതിൽ കാണുന്ന ആകാശം മാറിപ്പോയി എന്ന് പറയുന്ന ഭാഗം. നേരത്തെ സൂചിപ്പിച്ചാണ്, ആകാശം മാറിപ്പോയി. നമുക്കറിയാം, ഈ ആകാശം എന്ന് പറയുന്നത് പല തട്ടുകളായിട്ട് കാണുന്ന വിധാനമാണ്. 1600 കിലോമീറ്ററോളം അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ട്. ഭൂമിയുടെ വലിപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാഗ്നറ്റിക് സോൺ അനുസരിച്ചാണ്. ഭൂമിയുടെ വലിപ്പവും എന്ന് വെച്ചാൽ ആ ഓരോ സോണുകൾ നിൽക്കുന്നത് ഭൂമിയുടെ മാഗ്നറ്റിസം ആയിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം മനുഷ്യനൊരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം അത് സൂക്ഷിച്ചിരിക്കുകയാണ്. അനേകം കോടി ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിക്കുന്നത്, ഭൂമിയിൽ വന്ന് വീഴാതിരിക്കുന്നത് ഇതിൻ്റെ ആക്ഷൻ കൊണ്ട്, ഇതിൻ്റെ കർഷണം കൊണ്ട് അത് കത്തിത്തീരുന്നതുകൊണ്ട് അത് ഭൂമിയിൽ വന്ന് വീഴുന്നില്ല. അത് ദൈവം ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ചന്ദ്രനെ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രനകത്ത് ഇത്തിരി വസൂരിക്കല പോലെ വന്നിരിക്കുന്ന ചില കുത്തുകൾ കാണാം. ഇതെന്താ വെച്ചാൽ അനേകം ഉൽക്കകൾ വന്ന് പതിച്ചിട്ട് അത് ഉൽക്കകൾ വീണ് ഇങ്ങനെ കുഴിയായി കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് മനുഷ്യന് എത്ര കണ്ട് ഭയപ്പെടും എന്ന്, ഈ ഉൽക്കകളൊക്കെ ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ മനുഷ്യന് എത്ര കണ്ട് ഭയപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കണം. അത്യവൃക്ഷം പെരുങ്കാറ്റ് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്ന് പറയുമ്പോൾ ഭൂമിയിൽ എത്ര അതിക്രമങ്ങൾ, ആകാശത്ത് നിന്നുള്ള വലിയ വലിയ നാശം ഭൂമിയിലേക്ക് വന്നു ചേരുന്നു എന്ന് നമ്മളെ കാണുന്നു. നേരത്തെ ഉള്ള ഞാൻ സൂചിപ്പിച്ചാണ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ പുള്ള് അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചാണ്.
ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് 15% കുറഞ്ഞതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് മനുഷ്യൻ്റെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ രോഗം, മനുഷ്യൻ്റെ ബോണിൻ്റെ ശക്തി കുറയുന്നു, അതുപോലെ BP വേരിയേഷൻ വരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്. ഒരു മനുഷ്യവാസത്തിന് സഹജമായിട്ടുള്ള ഈ ഭൂമിയിൽ മനുഷ്യത്തെ വാസം ആക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രക്രിയകളാണ് സാത്താൻ്റെ ഭരണത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, ദൈവത്തെ അറിയുന്ന മക്കളൊന്നും ഈ സമയത്തൂടെ കാണത്തില്ല. അവരെല്ലാം എടുക്കപ്പെടും, അവരാരും ഇവിടെ കാണത്തില്ല. എന്നാൽ കുറേ കൈവിടപ്പെട്ടു പോയ ചില വിശ്വാസികൾ എന്ന് പറയുന്നവർ, നോമിനലായിട്ടുള്ളവർ, അതുപോലെ യഹൂദൻ ജാതികളായിട്ടുള്ളവർ ഒക്കെയാണ് ഇത് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആ സമയത്തെ ആകാശം മാറിപ്പോകുന്ന വലിയൊരു അനുഭവത്തിലേക്ക് വരും എന്ന് കാണുന്നു. അടുത്ത ബാധ ഭൂമിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. കാറ്റിനെ പിടിക്കുന്ന ദൂതന്മാർ, കാറ്റിനെ അടുപ്പിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ദൂതന്മാരെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഈ ലോകത്തിൽ ദുഷ്ടശക്തികൾക്ക് എതിരായിട്ട് തന്നെ ദൈവത്തിൻ്റെ ശക്തിയും പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ദൂതന്മാരെ ദൈവം എടുത്തിട്ട് പല കാര്യങ്ങളെ പ്രയോഗിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന കാറ്റിനെ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഘനീഭവിക്കുന്നു എന്നുള്ളൊരു മീനിങ്ങിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഓക്സിജൻ ഘനീഭവിക്കുക എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഓക്സിജൻ. ബ്രീത്തിങ് പ്രോബ്ലം ആൾക്കുണ്ടാവും, ശ്വാസം മുട്ട്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് പേഷ്യൻസ് അഭിമുഖീകരിച്ചൊരു കാര്യമാണ് ശ്വാസം മുട്ടിലെ ബ്രീത്തിങ് പ്രോബ്ലം. കാരണം ഇത് ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ശ്വാസം എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ശ്വാസം വലിക്കാൻ പറ്റാതെ ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജൻ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ എത്ര ഫ്രീ ആയിട്ടാണ് ഇപ്പോഴേ ശ്വസിക്കുകയും നമുക്ക് ഓക്സിജൻ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. ഇത് 1 മിനിറ്റ് ഒന്ന് നിന്നാൽ അല്ലെങ്കിൽ ഇതൊന്ന് ഈ ലോകത്തിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഓക്സിജൻ ഘനീഭവിക്കും. ദൂതന്മാരെ, കാറ്റിനെ പിടിച്ചു നിർത്തുന്ന ദൂതന്മാരെ അയക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നു. ഒരു ദൂതൻ ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്താൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്. ദൂതന്മാർക്ക് ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇവിടുന്ന് മാറിയിട്ടുള്ളതാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടവരെല്ലാം തൻ്റെ 2ാമത്തെ വരവെങ്കിൽ എടുക്കും. അതിനുശേഷമാണ് ഭൂമിയിലെ ഈ മഹോദ്രവകാലം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 2 ഈ 7 വർഷങ്ങളിലെ ആദ്യത്തെ ഭാഗമാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിനേക്കാളും കടുത്തതായിട്ടുള്ള പല ബാധകളും ഇനിയും വരാനിരിക്കുന്നു. ഏകദേശം 7 ബാധകളെക്കുറിച്ച് ഇപ്പോഴേ പറഞ്ഞു. ഓക്സിജൻ ഘനീഭവിക്കുമ്പോൾ മനുഷ്യൻ ശ്വാസം മുട്ടി മരിക്കുന്ന അനുഭവത്തിലേക്ക് വരും. വീണ്ടും താഴത്തെ ഭാഗങ്ങളിലോട്ട് നമ്മൾ വരുമ്പോൾ ഗോത്രങ്ങളെ മുദ്രയിട്ട് മാറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴേ സംസാരിക്കുന്ന സാത്താന്യ ഭരണത്തിൽ വരുന്ന ബാധകളെക്കുറിച്ചാണ്. ഇവിടെ 12 ഗോത്രങ്ങളിൽ നിന്ന് ആളുകളെ മുദ്രയിട്ട് മാറ്റുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു സമയത്ത് നമുക്ക് സംസാരിക്കാം എന്ന് ചിന്തിക്കുന്നു. നമ്മളിന്ന് 3 കാര്യങ്ങളാണ്, 3 ബാധയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സമയം എൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇനിയും അതിൻ്റെ കണ്ടിന്യൂഷൻ പറയാനായിട്ടുണ്ട്. നിങ്ങളിത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും ഇത് ഉള്ളല്ലോ, ഇത് വാച്ച് ചെയ്യണം. തീർച്ചയായും നമ്മളൊന്നും ഇതിൽ കൂടി കടന്നു പോവുകയില്ല. എന്തിനാണിത് പറയുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമ്മൾ കൃപായുഗം കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളിവിടുന്ന് എടുക്കപ്പെടുമല്ലോ, പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവർക്കിത് ബാധകമാണ്. അവരിതിൽ കൂടി കടന്നു പോകും.
അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കാന്തയും ആടും തമ്മിലുള്ളൊരു വ്യത്യാസം ഇവിടെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് കൈവിടപ്പെട്ടു പോയവരെ ദൈവം വിളിച്ചെടുക്കുന്നതെന്നുള്ള കാര്യം അടുത്ത എപ്പിസോഡിൽ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ നാളുകളിലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിനല്ല സീൽ ചെയ്യപ്പെട്ട് ദൈവം നമ്മളെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു മുദ്ര ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അലക്ഷ്യമാക്കി കളയാനായിട്ട് നമുക്കൊരിക്കലും ഇടവരരുത്. പ്രത്യേകിച്ചും ഭൂമിക്കും അതുപോലെ ഭൂവാസികളുടെ മേലും ഒക്കെ ഉള്ള ബാധകൾ വരുമ്പോൾ ഈ ബാധകളിലൊന്നും നമ്മൾ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മളെ എടുക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് പലരും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ ഫോം ചെയ്തതിന് ശേഷം എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് കാത്തു കൂട്ടിയൊക്കെ ഇരിക്കുകയാണ് ആ ഡേറ്റുകൾ. എന്ന് പറയുമ്പോഴേ മനുഷ്യൻ്റെ വയസ്സ് 70, 80 എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂട്ടി 2028, 2029 ഇന്നും രാവിലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു 2028, 29 ആകുമ്പോൾ ദൈവത്തിൻ്റെ രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കും. ഹല്ലേലൂയ. ദൈവം എന്നാ രാഷ്ട്രം സ്ഥാപിക്കുന്നത് നമുക്കറിയത്തില്ല. 2028 എന്നൊക്കെ പറയാൻ ഇനി അധികം ദിവസമൊന്നുമില്ല, 4 വർഷമേ ഉള്ളൂ. അതിന് മുമ്പ് ദൈവത്തിൻ്റെ രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് കർത്താവ് വരണം. അതിൻ്റെ രഹസ്യപരമുണ്ടോ? അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഈ സാത്താൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ ഒരിക്കലും ആകരുതെന്ന് പറയാനായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവിനെ അറിയണം. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആയി അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞ ഇതാണ്, വലിയൊരു ഭൂകമ്പം, അതിനുശേഷം ആകാശം മാറിപ്പോകുന്നൊരു കാര്യം, മൂന്നാമത് ഓക്സിജൻ ഘനീഭവിക്കുന്ന ഒരു കാര്യം. ഈ 3 കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിന് കീഴിൽ അവന് കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ കീഴിൽ ഭൂമിയെ അവൻ ഭരിക്കുമ്പോഴേ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും നമ്മൾ അകപ്പെടാതിരിക്കാൻ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ഇതെല്ലാം തുടർമാനമായി ഇതുണ്ടാവും. എല്ലാ ദിവസവും ഇത് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ അതിന് ഉത്തരം തരുന്നതാണ്. പ്രയർ റിക്വസ്റ്റുകൾ ആ പറയുന്ന ആ ഫോൺ നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ കാണാൻ പറ്റാതിരുന്ന പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് നിങ്ങൾ കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാവും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും യേശുവിൻ്റെ നാമം വഹിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമം ഏറ്റെടുക്കുവാനായിട്ട് അവരുടെ ജീവിതങ്ങൾ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രക്ഷകനും കർത്താവുമായി വരണമെന്ന് വിനയത്തോടുകൂടി അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നീ ഹൃദയത്തിൽ വന്ന് കർത്താവെ അവരെ മക്കളാക്കി തീർക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. അതിനാൽ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലെ അനുതാപത്തോട് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആർത്രൈറ്റിസായിട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ വലിയ കർത്താവെ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈയും കാലും ഒന്നും അനക്കാൻ വയ്യാതെ മൂവ് ചെയ്യാതെ ഇരിക്കുന്ന പ്രയാസങ്ങളിലുള്ളവരെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ വലിയ റിലീസ് അവർക്ക് കൊടുക്കാൻ പോകുന്ന ഓർത്ത് സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് സ്തോത്രം. വാർദ്ധക്യത്തിലെ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവെ, അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനത്തോടെ സന്തോഷത്തോടെ ആധിയൊക്കെ കളഞ്ഞ് ഇരിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ പ്രയാസങ്ങളിലെ കാഴ്ചശക്തി കുറഞ്ഞത് ഇമ്പയറായിരിക്കുന്ന ചില വ്യക്തികളെ ഇന്നത്തെ പകൽക്കാലം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ വലിയൊരു വിടുതൽ ദൈവം തരും എന്ന് ദൈവം പറയുന്നു. കർത്താവെ, അവരെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാനായിട്ട്, കണ്ണിൻ്റെ ഞരമ്പുകളിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കപ്പെടുവാനായിട്ട്, കാഴ്ചശക്തി വീണ്ടും കിട്ടുവാനായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, നീ വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുകയും നമുക്ക് ഉത്തരം തരികയും ചെയ്യും. തുടർന്നും നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ വലിയ ഒരു റിലീസ് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നാളെയും നമ്മൾക്കിത് ശ്രദ്ധിക്കാം. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.